ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഷേക്കാണ് റെഡിയാക്കുന്നത്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/2 കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത കസ്റ്റാർഡ് പൗഡർ ഇതാണ്. വാനിലേൻ്റെ ഫ്ലേവറിൽ വരുന്ന കസ്റ്റാർഡ് പൗഡറാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മാറ്റി വെച്ച 1/2 കപ്പ് പാലിലേക്ക് 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നേരിട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നമുക്ക് വലിയ 8 ഗ്ലാസ്സോളം കസ്റ്റാർഡ് മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഷേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഈ പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ പാല് തിളച്ച് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ പൗഡർ ഇതിലേക്ക് ചേർക്കണം. പാല് തിളച്ച് വന്നിട്ട് ചേർത്താൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് തിളക്കുന്നതിൻ്റെ മുമ്പ് ചേർക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ലോക്കും മീഡിയത്തിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിന് പച്ച ചവ ഉണ്ടാവും. അപ്പോൾ അത് മാറി കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. നല്ലൊരു തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെ ആയിട്ട് വരും. ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കുറുകി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഷേക്ക് റെഡിയാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഷേക്ക് റെഡിയാക്കി തുടങ്ങുകയാണ്. നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് ഫ്രീസാക്കി എടുത്ത പാലാണ് ചേർത്തത്. നന്നായിട്ട് തന്നെ ഫ്രീസാക്കി എടുത്ത പാലാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ചത് നന്നായിട്ട് തന്നെ കട്ട പിടിച്ചിട്ടുണ്ടാവും. നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് എടുത്തിടാം. ഇനി നിങ്ങൾക്ക് മധുരം ആവശ്യത്തിന് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. ഇത്രയും തിക്കിൽ വേണ്ട, കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വാനിലേൻ്റെ ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് മിൽക്ക് ഷേക്കാണ്. നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ലൂസിലാണ് എടുത്തത്. ഈ ഒരു ലൂസിൽ കുടിക്കുമ്പോഴാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കസ്കസ് കുതിർത്തതോടെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കസ്കസ് കുതിർത്തതോടെയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഷേക്ക് കുടിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ അതുപോലെ തന്നെ മാതള ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ സൂപ്പറായിരിക്കും. പക്ഷേ നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെ കുടിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബ് ആയിട്ടാണ് തോന്നൽ. അതുകൊണ്ട് ഞാനിപ്പോൾ കസ്കസ് മാത്രമാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഈ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.